നിങ്ങൾക്കറിയാമോ, ഈ വർഷം മുതൽ മനുഷ്യൻ ലാബിൽ ജനിക്കുമെന്ന്? ഇത് ഞാൻ പറഞ്ഞതല്ല. ബാബ വാങ്ക എന്ന സന്യാസിനി വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ച സംഗതിയാണത്രേ. സംഭവം അല്പം വിചിത്രവും വ്യത്യസ്തവുമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ പറയാൻ അല്പം വ്യത്യസ്തതയും വേണം. ഭാവി അറിയാൻ താല്പര്യമില്ലാത്ത മനുഷ്യരുണ്ടാകില്ല. അടുത്ത നിമിഷം എന്തെന്നറിയാത്തതാണ് ജീവിതത്തിൻ്റെ ത്രില്ലെങ്കിൽ കൂടിയും. അടുത്ത നിമിഷം മാത്രമല്ല, അടുത്ത ദിവസവും അടുത്ത വർഷവും മുതൽ പറ്റുമെങ്കിൽ അടുത്ത ജന്മം വരെ എന്താകുമെന്ന് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മനുഷ്യർ. ഇക്കാര്യത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തെയും മനുഷ്യർ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അതുതന്നെയാണ് ഈ ജ്യോതിഷികൾക്കുള്ള പ്രസക്തി ഇക്കാലത്തും വർദ്ധിപ്പിക്കുന്നത്. പ്രവചനങ്ങളെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞാൽ മുമ്പൊരു പയ്യൻ പറഞ്ഞതുപോലെ ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകില്ല എന്നതാണ് സ്ഥിതി. നാട്ടിൻപുറത്തെ സാധാരണ ജ്യോത്സ്യന്മാർ മുതൽ ലോക പ്രശസ്തരായ പ്രവചന വിദഗ്ധരുടെ കാര്യത്തിൽ വരെ ഈ തത്വം മാത്രമാണ് ശരി. 1911 ജനിച്ച് 1996 മരിച്ച ബാബ വാങ്ക 51 നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ അനുയായികൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഡിസംബറിൽ തുടങ്ങി തൊട്ടടുത്ത വർഷം ജനുവരി പകുതി വരെ ഭാവി തേടി അലയുന്നവരുടെ വാർത്തകളിലും വർത്തമാനങ്ങളിലും നിറയുന്നത് ബാബ വാങ്ക തന്നെയാണ്. ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ ബാബ വാങ്കയുടെ ഫ്രഷ് പ്രവചനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവരുടെ അനുയായികളാണ് ഓരോ വർഷവും കൃത്യമായി ഇത്തരം പ്രവചനങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. 2024 ഗുണദോഷ സമ്മിശ്രമെന്ന സമ്മറിയിൽ നിന്ന് തന്നെ നമുക്ക് ബാബ വാങ്കയുടെ വാർഷിക പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതുവർഷത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ വധശ്രമം ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവരുടെ അനുയായികൾ വ്യക്തമാക്കുന്നത്. ഒരു റഷ്യൻ പൗരൻ തന്നെയാകും പുടിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്നും പ്രവചിച്ചിട്ടുണ്ടത്രേ. യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുമെന്നും ഒരു വലിയ രാജ്യം ജൈവായുധം ഉപയോഗിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട്. വൈദ്യുതി നിലയങ്ങളും ജലശുചീകരണശാലകളുമെല്ലാം തകർക്കപ്പെടുമെന്നും പ്രവചനമുണ്ട്. 2024 പ്രകൃതി ദുരന്തങ്ങൾ ഒഴിയാത്ത വർഷമായിരിക്കുമെന്നാണ് വാങ്ക പ്രവചിച്ചിരിക്കുന്നത്. അതിതീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ഈ വർഷം സാക്ഷിയാകുമത്രേ. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കവും വാങ്ക പ്രവചിക്കുന്നുണ്ട്. കടക്കണിയുടെ വർധനവും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളാകും. ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും പ്രവചനത്തിൽ പറയുന്നു. അതേസമയം മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന 2 രോഗങ്ങളായ ആൾഷിമേഴ്സിനും ക്യാൻസറിനും 2024 പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുമെന്നും പ്രവചിച്ചിട്ടുണ്ട് എന്ന് ബാബ വാങ്കയുടെ അനുയായികൾ അവകാശപ്പെടുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വലിയ വളർച്ച AI വിപ്ലവത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തും. ലാബുകളിൽ മനുഷ്യൻ ജനിക്കുന്ന വർഷമാണിതെന്നും ബാബ വാങ്കെ പ്രവചിച്ചിട്ടുണ്ടത്രേ. ഈ പ്രവചനങ്ങൾ എത്രത്തോളം സത്യമാകുമെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇവർ മുമ്പ് നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും സത്യമായിട്ടുണ്ട് എന്നാണ് ഇവരുടെ അനുയായികൾ അവകാശപ്പെടുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ പതനം, അതുപോലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ഡയാന രാജകുമാരിയുടെ മരണം, ചെർണോബിൽ ദുരന്തം, ബ്രെക്സിറ്റ് എന്നിവ വാങ്കെ പ്രവചിച്ചിരുന്നു എന്നാണ് ഇവരുടെ അനുയായികൾ അവകാശപ്പെടുന്നത്. വാങ്കേലിയ പണ്ടേവ ഗുഷ്തരോവ എന്നായിരുന്നു അന്ധയായ ഈ ബൾഗേറിയൻ വൃദ്ധസന്യാസിനിയുടെ യഥാർത്ഥ പേര്. ബാൾക്കൻസിൻ്റെ നോസ്ട്രാഡമസ് എന്നാണ് ബാബ വാങ്കെ അറിയപ്പെടുന്നത്. 12ാം വയസ്സിൽ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് കാഴ്ചശക്തി നഷ്ടമായതിന് പിന്നാലെയാണ് വാങ്കയ്ക്ക് പ്രവചിക്കാനുള്ള ശക്തി ലഭിച്ചതെന്നാണ് കരുതുന്നത്. വാങ്കയെക്കുറിച്ച് അവർ തന്നെ പറയുന്ന കഥയായിരുന്നു അത്. എന്നാൽ അത്തരത്തിലൊരു ചുഴലിക്കാറ്റ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് അനാഥയായി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്കെ പ്രശസ്തിയാർജിക്കുന്നത്. മരണത്തിന് ശേഷവും കൂടുതൽ ശക്തിയായി കരുത്തോടെ വാങ്കയുടെ പ്രവചനങ്ങൾ നിലകൊള്ളുന്നു. അമാനുഷികവും അതീന്ദ്രിയവുമായ കഴിവുകളായിരുന്നു ബാബ വാങ്കയ്ക്ക് ദശലക്ഷക്കണക്കിന് അനുയായികളെ നേടിക്കൊടുത്തത്. 1996 ബാബ വാങ്ക മരിച്ചത്. വാങ്ക മരിച്ച് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ ആകുമ്പോഴും അവരുടെ പ്രവചനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാർത്തകളാണ്. എന്നാൽ ഈ പ്രവചനങ്ങളെല്ലാം എവിടെ നിന്നെന്ന ചോദ്യത്തിന് അവരുടെ ജോലിക്കാരിലേക്കാണ് അനുയായികൾ വിരൽ ചൂണ്ടുന്നത്. വാങ്ക പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിക്കുകയായിരുന്നു എന്നാണ് അനുയായികൾ പറയുന്നത്. 51 നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രവചിച്ചിട്ടുണ്ടെന്നും അനുയായികൾ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് ഇതുവരെ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. 2024 ഈ പ്രവചനങ്ങൾക്ക് പുറമെ 2076 കമ്മ്യൂണിസത്തിൻ്റെ തിരിച്ചുവരവ്, അതുപോലെ 2304 സമയയാത്രയുടെ സാധ്യത, 5079 ലോകാവസാനം എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ദീർഘകാല പ്രവചനങ്ങളും വാങ്ക നടത്തിയതായും പറയപ്പെടുന്നുണ്ട്. അതേസമയം വർഷങ്ങൾക്ക് മുൻപ് മലമുകളിൽ താമസിച്ചിരുന്ന വാങ്ക ഈ ക്വാണ്ടം സയൻസിനെക്കുറിച്ചും അതുപോലെ AI-യെക്കുറിച്ചും ഇത്തവണ പ്രവചനം നടത്തിയതറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സൈബർ ലോകം. വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ വർഷാവസാനവും ഇവരുടേതെന്ന പേരിൽ പ്രവചിക്കുന്ന ഈ പ്രവചനങ്ങളെല്ലാം സൈബറിടത്തിൽ ട്രെൻഡിംഗ് ആയി മാറുന്നുമുണ്ട്.